ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് Zerodha പ്ലാറ്റ്ഫോമിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാനാണ്. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഒരുപാട് പേരിപ്പോൾ ഷെയർ മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ കോവിഡ് ടൈം ആയപ്പോഴാണ് പലരും ഷെയർ മാർക്കറ്റ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു ഡൗട്ടാണ് എല്ലാവർക്കും, ഏത് പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് തുടങ്ങണം. അപ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്, 5 പൈസ, Zerodha, അപ്സ്റ്റോക്സ്, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ Zerodha പ്ലാറ്റ്ഫോമിൽ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുന്നതിൻ്റെ ഗുണങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ ചാർജ് എങ്ങനെയായിരിക്കുമെന്നാണ്. അപ്പോൾ അതിനെ പറ്റിയാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ചാർജ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ബിഗിനേഴ്സിന് വേണ്ടി പറയുന്നതാണ്. 2 ടൈപ്പാണ് ട്രേഡിംഗ് വരുന്നത്. ഒന്ന് ഇൻട്രാഡേ, ഒന്ന് ഡെലിവറി. ഇൻട്രാഡേ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം തന്നെ ബൈ ചെയ്യുന്ന ആ സ്റ്റോക്ക് സെയിം ഡേ തന്നെ നമ്മൾ സെല് ചെയ്യും. അതിലാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഡെലിവറി ട്രേഡിംഗ് എന്ന് വെച്ചാൽ ഒരു ദിവസം ബൈ ചെയ്യുന്നത് അന്ന് വിൽക്കാതെ നമ്മൾ നെക്സ്റ്റ് ഡേ വിൽക്കുന്നു, അതല്ലെങ്കിൽ അന്ന് നമ്മൾ വാങ്ങിയ ദിവസം വിൽക്കാത്ത ട്രേഡിങ്ങിനെയാണ് ഡെലിവറി ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെലിവറി ട്രേഡിങ്ങിനെ Zerodhയിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ആണ് ഡെലിവറി ട്രേഡ് ചെയ്യാൻ. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇന്ന് ഒരു സ്റ്റോക്ക് മേടിച്ചു, ആ സ്റ്റോക്ക് എനിക്ക് നാളെ വിൽക്കണമെന്നുണ്ടെങ്കിൽ Zerodha നമ്മുടെ കയ്യിൽ നിന്ന് 1 രൂപയും ഈടാക്കുന്നില്ല. അതാണ് ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻട്രാഡേ ട്രേഡിംഗ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ നമ്മൾ സെയിം ഡേ തന്നെ വിൽക്കും. നമ്മൾ സെയിം ഡേ വാങ്ങി സെയിം ഡേ തന്നെ വിൽക്കുന്നതിന് 20 രൂപ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഓർഡറിൻ്റെ 0.03% ആണ് നമ്മൾ ഫീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് കുറവ് എന്ന് വെച്ചാൽ, നമ്മൾ വാങ്ങിയ ട്രേഡിൻ്റെ മൊത്തം പൈസ എന്ന് പറയുന്നതിൻ്റെ 0.03%-നേക്കാളും കുറവാണ് ₹20 എങ്കിൽ ₹20 നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുള്ളൂ. അതല്ല, 20യേക്കാളും കൂടുതലാണ് ഈ 0.03% എന്നെങ്കിൽ ₹20 ഈടാക്കുള്ളൂ. ഇതിലേതാണോ കുറവ്, ഇതായിരിക്കും നമ്മുടെ ചാർജ് ഫോർ ഇൻട്രാഡേ ട്രേഡിംഗ്. ഇനി അടുത്ത ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, കൈറ്റ് എന്നൊരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുക. അത് വെബിലും അവൈലബിളാണ്, ആപ്പായിട്ടും അവൈലബിളാണ്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ, ഇത് വളരെ ഞാൻ യൂസ് ചെയ്യുന്നൊരു ആപ്പാണ്. അത് വളരെയധികം ലളിതമായി, അത്രയും സിമ്പിളായി, നമുക്ക് കാണുമ്പോൾ തന്നെ വളരെയധികം നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുന്ന ഒരു ആപ്പാണ് കൈറ്റ്. അതിൽ നമുക്ക് ചാർട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം. കറൻറ്റ് പ്രൈസ്, ഓപ്പണിംഗ് പ്രൈസ്, ക്ലോസ് പ്രൈസ്, ടുഡേയ്സ് ലോ, ടുഡേയ്സ് ഹൈ, അതുപോലെ തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. ചാർട്ടും അവൈലബിളാണ്. വളരെയധികം യൂസർക്ക് സിമ്പിളായി നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുന്ന ഒരു ആപ്പാണ്. എനിക്ക് യൂസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആപ്പായിട്ട് തോന്നിയ ഒരു ആപ്പാണ് കൈറ്റ്. ഇതുകൂടാതെ നമ്മുടെ എല്ലാ അന്വേഷണങ്ങൾക്കും എല്ലാ ക്വറീസിനുമായിട്ട് Z-Connect, ഇൻറ്ററാക്റ്റീവ് ബ്ലോഗ് പോർട്ടലൊക്കെ ഇവരിൽ ലഭ്യമാണ്. പിന്നെ Zerodha എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് അവരുടെ ക്ലയൻസിൻ്റെ എണ്ണം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, അവരുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം നോക്കിയാൽ. ഇപ്പോൾ ഈവൻ NSEയിൽ ട്രേഡ് ചെയ്യുന്ന NSEയിൽ ഇപ്പോൾ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ ഒരു 19% ഷെയർസ് അല്ലെങ്കിൽ ട്രേഡ്സ് വരുന്നത് Zerodha കസ്റ്റമേഴ്സിൽ നിന്നാണ്. അതുപോലെ തന്നെ അവരുടെ ക്ലയൻറ്റ്സ് എന്ന് പറയുന്നത് 60 ലക്ഷത്തിൽ കൂടുതൽ ക്ലയൻറ്റ്സ് ഓൾറെഡി ഇപ്പോൾ അവർക്കുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് തന്നെ പറയാം, ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ Zerodha തന്നെയാണ്. പിന്നെ 300-ലധികം അവർക്ക് സപ്പോർട്ട് ടീംസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഈവൻ ഫോൺ വഴിയോ നമുക്ക് ഇമെയിൽ വഴിയോ നമുക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാം. Zerodha കസ്റ്റമർ കെയർ ടീമിനെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. അത് എത്രയും പെട്ടെന്ന് തന്നെ അവർ റെസ്പോൺസും തരുന്നുണ്ട്. വിത്തിൻ 1 or 2 days, മാക്സിമം വിത്തിൻ 1 day തന്നെ അവർ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ഇപ്പം നമ്മുടെ എല്ലാ ക്വറീസിനായാലും എല്ലാ കാര്യത്തിനായാലും അവർ റെസ്പോൺസ് തരുന്നുണ്ട്.
ഇതൊക്കെയാണ് സെറോദയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഗുണങ്ങൾ. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഒറ്റ പ്ലാറ്റ്ഫോമിൽ മാത്രമേ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവൂ. അങ്ങനെയൊന്നുമില്ല, നമുക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് നമുക്ക് പല പ്ലാറ്റ്ഫോമിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ സെറോദയിൽ എങ്ങനെയാണ് ഒരു അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഓൺലൈനായിട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സെറോദയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് യൂസ് ചെയ്യും, ഇൻവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വേറൊരു അക്കൗണ്ട് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ്, അത് നമ്മളുടെ ഇഷ്ടമാണ്, നമുക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. എനിവേ ഈ സെറോദ അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്